ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടിലെ ചെടികളും കുട്ടികളും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നല്ല മഴയൊക്കെയാണ് ഇപ്പോൾ. നമുക്ക് പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനത്തെ ഇലച്ചെടികളാണ് കുറേയും കൂടി നമുക്കിപ്പോൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ നല്ലത്. ഇപ്പോൾ കട്ടിങ്സ് നട്ടുപിടിപ്പിച്ച് വേര് പിടിപ്പിക്കുന്ന തൈകൾ നടാൻ പറ്റിയ ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇലച്ചെടികളാണെങ്കിൽ ഇപ്പൊ നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ക്രോട്ടൺ വെറൈറ്റിയിൽ പെട്ട പ്ലാന്റ്സ് ആണ് മിക്കതും നമ്മളിപ്പോ ഈ മഴക്കാലത്ത് ഉള്ള ഇലച്ചെടികൾക്ക് പറ്റിയത്. ഇതൊക്കെ പണ്ട് തൊട്ട് എൻ്റെ വീട്ടിലൊക്കെ ഉള്ള ചെടികൾ തന്നെയാണ്. ഞങ്ങൾ ഇതിന് പപ്പടച്ചെടി എന്നൊക്കെയാണ് പറയാ. അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിന്റെ തന്നെ 2 വെറൈറ്റി ഉണ്ട്. ഇതുണ്ട്, പിന്നെ ഒട്ടും വൈറ്റ് ഇല്ലാത്ത നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ്. ഈ പ്ലാന്റിന്റെ ഇല ഒരു നല്ല ഒരു മെഴുക് പോലത്തെ ഒരു ടൈപ്പാണ്. വെള്ളം വീണാലും അങ്ങനെ ഒരു നനവ് തട്ടാത്ത ടൈപ്പാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ബുഷ് പോലെയൊക്കെ ആയിട്ട് വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിലൊക്കെ വെച്ച് വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ തന്നെ ഇപ്പൊ ഞാൻ വേറൊരു വെറൈറ്റി കണ്ടിട്ടുണ്ട്, നല്ല മഞ്ഞുള്ളത്. ഇത് പക്ഷെ മഞ്ഞുള്ള വെറൈറ്റി അല്ല, പച്ചയില് നല്ല ക്രീം കളർ വൈറ്റ് ഡോട്ട്സ് ഉള്ള പ്ലാന്റ് ആണ്. പിന്നെ ഇതിപ്പം എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു പ്രോട്ടീൻ പ്ലാന്റ് തന്നെയാണ്. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാലാണ് ഇത് നല്ല മഞ്ഞ കളർ. ഇത് പഴയ കാലത്ത് ഒരു ചെടിയാണ്. ഇതിന് അത്ര മഞ്ഞ കളറൊന്നും വന്ന് കണ്ടിട്ടില്ല. നല്ല ഗ്രീനുമേ ഡോട്ട് ഉള്ളതൊക്കെ തന്നെ ടൈപ്പാണ് ഇത്. പിന്നെ ഈ ഒരു പൊട്ടൺ പ്ലാന്റ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളറൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണ്. ചിലപ്പം നല്ല മഞ്ഞ കളറിൽ വരും, ചിലപ്പോൾ നല്ല റെഡ് കളറിൽ നമുക്ക് ഇതിന്റെ ഇലകൾ ഇങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ ഉള്ളത് ഇത് ഡ്രസീനിയയിൽ പെട്ട ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ ലീഫ് നമുക്ക് ലക്കി ബാമ്പുവിന്റെ ലീഫ് പോലെയൊക്കെ തോന്നും, പക്ഷെ ഇത് ലക്കി ബാമ്പു അല്ല. ഡ്രസീനിയ വർഗത്തിൽ പെട്ട പോലത്തെ ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഒരുമിച്ച് കുറെയൊക്കെ കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൊക്കയൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ വെക്കാനായിട്ട് പറ്റിയ ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് നമുക്കറിയാം അരേലിയ പ്ലാന്റ് ആണ്. അരേലിയയുടെ ഗ്രീൻ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഇതൊരു പ്രോട്ടൺ പ്ലാന്റ് ആണ്. ലീഫൊക്കെ ഇങ്ങനെ പേളി പോലെയൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും ഒരു അരേലിയ ടൈപ്പിൽ വരുന്ന പ്ലാന്റ് തന്നെയാണ്. ഇത് ഞങ്ങൾ ഓണക്കാലത്തൊക്കെ ഇങ്ങനെ അത്തപ്പഴത്തിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പ്ലാന്റിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിന്റെ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു വെരിഗേറ്റഡ് ടൈപ്പും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ. പിന്നെ ഈ കോട്ടൺ പ്ലാന്റ് 2 ടൈപ്പിൽ വരുന്നതുണ്ട്. സെന്ററിൽ നല്ല മഞ്ഞ കളർ വരുന്നതും ഉണ്ട്, റെഡും ഉണ്ട്. ഇത് റെഡ് ആണ്, മഞ്ഞ പോലെയൊക്കെ തോന്നുന്നതാണ്, പക്ഷെ റെഡ് ആണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ക്രോട്ടൺ പ്ലാന്റിന്റെ മഞ്ഞ വെരിഗേറ്റഡ് ടൈപ്പ് പോലത്തെ വരുന്നത്. ഈ പ്ലാന്റ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ക്രോട്ടൺ ആണ്, നല്ല യെല്ലോ ലീഫ് സെന്ററിൽ വരുന്ന. പിന്നെ ഇതും ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ്. ഇത് വേണ്ട ഹൈറ്റിൽ ഇങ്ങനെ പോയേക്കാണ്. ഇങ്ങനെ ഹൈറ്റിൽ വേണമെന്നൊന്നുമില്ല. നമ്മളിത് നന്നായി വെട്ടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുഷി പോലെയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ഇതുപോലെ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ വളർത്താം. അല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് ചെറിയ പ്ലാന്റായിട്ട് വളർത്താം. പിന്നെ ഇത് നമ്മുടെ ഡ്രസീനിയ പ്ലാന്റ് ആണ്. ഇത് മഴക്കാലത്തൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. കാണാനും നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫൊക്കെ കാണാനായിട്ട്. അപ്പൊ ഇത് ഞാൻ ചട്ടിയിലാണ് ട്ടോ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനത്ര സൈസ് ഒന്നും വന്നിട്ടില്ല, ചെറിയ പ്ലാന്റ് ആണ്. പിന്നെ ഇത് വെരിഗേറ്റഡ് ലക്കി ബാമ്പു ആണ്. ഇതും സാധാ നല്ല യെല്ലോ ലീഫ് വരുന്ന ലക്കി ബാമ്പു ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് മഴക്കാലത്ത് വെക്കാൻ നന്നായിട്ട് വളർന്ന് കിട്ടുന്ന പ്ലാന്റ് ആണ്. ഈ അരയിലയൊക്കെ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ വളരും. പിന്നെ ഈ പ്ലാന്റ് ഇതിന്റെ പേരൊന്നും എനിക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല ഇതിന്റെ പ്ലാന്റ് ആണെന്ന്. ചിലയിടത്ത് യുജീനിയയുടെ വെരിഗേറ്റഡ് ടൈപ്പ് എന്നൊക്കെ കാണാറുണ്ട്. ഇനിയിപ്പോ നമ്മള് പൂക്കളുള്ള പ്ലാന്റ് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നന്ദിയാർവട്ടം പോലത്തെ പ്ലാന്റ്സ് വളർത്തിയായിരിക്കും കുറേയും കൂടി നല്ലത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ.
താങ്ക്സ് ഫോർ വാച്ചിങ്.